അപ്പൊ നാദാപുരം ഖണ്ഡനം പൂർണ്ണ പരാജയമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളന്ന് തുടങ്ങുന്നത്. അന്ന് മുതൽ അയാൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാകാം, നമുക്കിത് അറിയില്ല. പിന്നെ നാദാപുരം ഖണ്ഡനത്തില് അയാൾ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചിരുന്നു. അതൊക്കെ വലിയ തിരിച്ചടിയാണ് കേൾക്കുന്നവർക്കുണ്ടായത്. അതിൽപ്പെട്ടതാണ് ചെരുപ്പെടുക്കൽ. അത് ഭയങ്കര നമ്മളൊക്കെ നാദാപുരം സംഭവം എന്ന് പറഞ്ഞാൽ തന്നെ മംഗലാപുരത്ത് ഹുസൈൻ സലഫിന്റെ ആ പ്രസംഗം, അതിന്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണ് ഒരു കാര്യം എന്ന് വെച്ചാൽ, മുമ്പ് അയാള് നാദാപുരം പോയി പ്രസംഗം നടത്തി, പിന്നെ അത് പേരോടായിട്ട് ഗണനായി, പിന്നെ അതിനുശേഷം ഇവിടെ വഹാബികൾ ജിന്നും മറ്റൊക്കെ ആയിട്ട് ഒരുപാടായി, ആദർശപരമായൊക്കെ ഒന്ന് ശോഷിച്ചവര് എന്നതിനൊക്കെ ശേഷം ഇപ്പോ വലിയൊരു ആവേശത്തിലാണ് മംഗലാപുരം പ്രഭാഷണം. അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് വഹാബികൾ പണ്ട് കാലത്ത് വാദിച്ച വാദങ്ങൾ, അവരെ വികല വിശ്വാസങ്ങൾ, ഉദാഹരണം മാല, മൗലിദ്, ഇതൊക്കെ ഇവിടുത്തെ വലിയ സുന്നികളാണെന്ന് അറിയപ്പെട്ടിരുന്ന AP വിഭാഗം ഇവര് പറഞ്ഞതിനേക്കാൾ ശക്തമായി മാലയെയും മൗലിദിനെയും അതിന്റെ അടിസ്ഥാനങ്ങളെയും തള്ളുന്ന സാഹചര്യം ഉണ്ടായി. തീർച്ചയായും ഓൽക്ക് അതിലൊരു പുതിയ ആവേശം കിട്ടിക്കാണും. അവിടെ ഞാൻ ഇപ്പോൾ സംസാരിക്കണ വേറൊരു കാര്യം, അപ്പോൾ ഹുസൈൻ സലഫി അതിൽ ഇത്തരം പ്രഭാഷണങ്ങളിലൊക്കെ ഹുസൈൻ സലഫി പറയും, അന്ന് നാദാപുരത്ത് പറഞ്ഞു ഈ നാദാപുരം പ്രഭാഷണം നമ്മളൊക്കെ അന്ന് ഈ കെ ഭാഗത്ത് നിൽക്കുന്ന സമയമാണ്. ഉസ്താദ് അന്ന് സജീവമായിട്ടൊക്കെ മേഖലയുണ്ട്. അപ്പൊ അന്ന് നാദാപുരം ഖണ്ഡനം മൊത്തത്തിൽ നിഷ്പക്ഷമായി നോക്കിയാൽ സുന്നികൾക്ക് വലിയ കോട്ടം തട്ടണ നീക്കുപോക്കാണ് അന്നേരുണ്ടായത്. തീർച്ചയായും മക്ക മുശ്രിക്കുകളെ നീണ്ടൊരു ചർച്ച, പിന്നെ മാലകൾ നിഷേധിച്ച് അനാവശ്യ വെല്ലുവിളികൾ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരാൾ പോകുമ്പം സാധാരണ ഈ ആദർശ പ്രഭാഷകരൊക്കെ വീക്ഷിച്ച് അതിന് അവലോകനം ഇതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതായത് ഈ ഹുസൈൻ സലഫി എന്ന് പറഞ്ഞ ആളെ വലുതാക്കി കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചതാണ് യഥാർത്ഥത്തിൽ നാദാപുരം ഖണ്ഡനം. നാദാപുരം ഖണ്ഡനത്തിൽ നിന്നാണ് അയാൾ ശരിക്കും ഖണ്ഡനം പഠിക്കുന്നത് തന്നെ. അങ്ങനെ അയാൾ വന്ന് പിന്നെ ഇപ്പോൾ നാദാപുരത്ത് അന്ന് സലഫി എന്താണോ പറഞ്ഞത് അത് അതിലേറെ ശക്തമായി പേരോടും ടീമും പറയുമ്പോൾ അയാൾക്കത് പറയാനാകാണ്. പിന്നെ ഈ നാദാപുരം ഖണ്ഡനായാലും സ്വഭാവത്തിൽ പൊതുവെ നമ്മൾ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മശായിഖിന്റെ മദദ് സഹായം ഈ ഖണ്ഡനത്തിനും അതേപോലെ തന്നെ വാദപ്രതിവാദത്തിനൊക്കെ നിർബന്ധമാണ്. അത് തീരെ ഉണ്ടായിട്ടില്ല എന്നത് ഇപ്പം നമുക്ക് ഒന്നുകൂടി അത് വ്യക്തമായി. അന്ന് തന്നെ ഇതിൻ്റെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. നാദാപുരം ഖണ്ഡനം എന്ന് പറയുന്ന സംഭവം നടക്കുമ്പോൾ നാദാപുരത്ത് ഇയാൾ എടുത്തുകൊണ്ടുവന്ന വിഷയങ്ങൾ അന്ന് തന്നെ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഈ നാദാപുരം എന്ന് പറയുന്ന ഖണ്ഡനത്തിൽ ഒരു സുന്നി സമൂഹത്തിന് ഹൈറായി ഗുണം നൽകുന്ന ഒരു സംഭവം വളരെ കുറഞ്ഞ രൂപത്തിൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവൂ. അധിക ചർച്ചകളും വേസ്റ്റുകളാണ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത ചർച്ചകൾ. നീണ്ട സലഫി എന്നത് നല്ല മുതലാക്കി. ഉദാഹരണം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിഷയം മക്ക മുശ്രിക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. മക്ക മുശ്രിക്കുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കൃത്യമായ നിലപാട് പോലും പേരോടിനൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശരി. നമ്മളെ കിതാബിലെ ഇബാറത്തൊക്കെ ഒരുപാട് അതന്നെ അതായത് അതിൽ അദ്ദേഹം എടുത്ത ആ ഒരു അദ്ദേഹത്തിന്റെ ആശയം തന്നെ അതിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളന്ന് ഈ പ്രഭാഷകർ, പ്രത്യേകിച്ച് ഖണ്ഡന പ്രഭാഷകരുടെ അവലോകന മീറ്റിങ്ങുകൾ ഉണ്ടാകാറുണ്ട്. അതിനൊരു വേദി തന്നെ ഉണ്ടായിരുന്നു. അന്ന് സമസ്ത സെന്റർ എന്ന് പറഞ്ഞൊരു കോഴിക്കോട്ട് ഒരു ഓഫീസും അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൽ ഞങ്ങൾ മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിലൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടും. ഓരോ മാസത്തിലുള്ള സംഭവങ്ങളെ വിലയിരുത്തും, എങ്ങനെ പറയണം തീരുമാനിക്കും. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിലൊരിക്കൽ ചർച്ച വന്നത് നാദാപുരം ഖണ്ഡനായി. നാദാപുരം ഖണ്ഡനം എങ്ങനെ എന്നൊരു വിലയിരുത്തൽ എല്ലാവരും ഉണ്ട്. പേരോടുണ്ട്, ഒരുമൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരുണ്ട്. കാരണം മുഷാവറയിൽ ഇതിനു വേണ്ടി ചുമതലപ്പെട്ട ആളുകളുണ്ട്. അന്ന് അലവി സഖാഫി ഉണ്ട്. സഖാഫിയൊന്നും മുഷാവറൊന്നും ആവില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഞങ്ങളും ഉണ്ട്. ഞാനുണ്ട്, ഫൈസൽ ഹസൻ ഉണ്ട്, റഫീഖ് ഹസൻ, അങ്ങനെ ഖണ്ഡന അംഗത്തുള്ള എല്ലാവരും ഉണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് ലീഡേഴ്സായി ഇവരും ഉണ്ടാവും. അന്നൊരിക്കത് ചർച്ച വന്നിരുന്നു. അന്ന് ഞാനും ഫൈസൽ ഹസനിയും പ്രാമാണികമായി തന്നെ ഇദ്ദേഹം നാദാപുരത്ത് എടുത്തിട്ട മക്ക മുശ്രിക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് നമുക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ല, അതിന്റെ യാഥാർത്ഥ്യവും അദ്ദേഹം പറയുന്നത് പോലെയല്ല. കാരണം മക്ക മുശ്രിക്ക് എന്ന് പറയുമ്പോൾ മുശ്രിക്കാണല്ലോ, അല്ലാതെ അള്ളാനെ ശിർക്കില്ലല്ലോ. അത് പിന്നെ നമ്മൾ നിരീശ്വരവാദി എന്നൊക്കെ അല്ലേ. ഇദ്ദേഹം പറഞ്ഞു ഒപ്പിച്ച് നിരീശ്വരവാദി എന്നുള്ള രൂപത്തിലേക്കാണ് കൊണ്ടുപോയത്.
അങ്ങനെ അവതാരിക്ക ഈമാനും അതൊക്കെ ഇന്ന് നമ്മൾ ഓർക്കുന്നത്. അതാണ് അത്ര അവരെ ഈമാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇതുകൊണ്ട് ഒന്നും ജനങ്ങൾക്ക് തിരിയൂല, വെറുതെ സമയം കഴിയാന്നല്ല, ഒരു ഫായിദയില്ല. രണ്ടാമത് ആ പറഞ്ഞതിൽ തന്നെ അടിസ്ഥാനപരമായി വിഷയമുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ടപ്പോ അയാളന്ന് സ്റ്റേജിലുണ്ട്, നമ്മളന്ന് അവിടെ ഇരിക്കുന്ന നമ്മളന്ന് തുടക്കുവാണല്ലോ. പറഞ്ഞാൽ ഇവരെ അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു വാദപ്രവാദനം അതിൻ്റെ ഉള്ളിൽ നടന്നിരുന്നു. ഒരു ഭാഗത്ത് ഞാനും ഫൈസൽ ഹസനും പിന്നെ അപ്പുറത്ത് പേരോടും. ഇയാളുടെ ന്യായങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് അയാൾ പറയുന്നു ഞങ്ങൾ അതിനെ ഖണ്ഡിക്കുന്നു. നമ്മളെ ഖണ്ഡനം യഥാർത്ഥത്തിൽ ഇബാർത്ത് വെച്ചുള്ള ഖണ്ഡനമാണ്. ആ ഖണ്ഡനത്തിന്റെ മുന്നിൽ ആ മീറ്റിങ്ങിലാക്കി പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് അയാൾ പതറാന്ന് കണ്ടപ്പോൾ പൊന്മള ഇടപെട്ടു. അങ്ങനെ ആരും ഇടപെട്ടിട്ട് തീർന്നില്ല. ലാസ്റ്റ് അപ്പോൾ തീരില്ല. പിന്നെ അന്ന് AP ഉസ്താദ് വന്ന് മൂപ്പര് പിന്നെ ഇതിന്റെ മറുപടി ഒന്നുമല്ല, ഈ തർക്കം തീരണല്ലോ. ഇതാ തീരലോഹും ആയത്തെ പോതിയിട്ട് അത് തർക്കല്ല, ലൈലാഹ അത് പറഞ്ഞാൽ മതി. ഇതില് ലൈലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം അവർക്ക് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട കാര്യം. അപ്പൊ അന്ന് ഇയാളെ ഈ നാദാപുരത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട്. അതെ, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ അന്ന് ഞാൻ പറഞ്ഞ പോയിന്റ്, നമ്മളോട് ആദ്യം ഒരു പറഞ്ഞു ഇത് നമ്മൾ മാത്രമുള്ള മീറ്റിംഗ് ആണ്, നമുക്ക് എന്താ വിമർശനമൊക്കെ നടത്താം, പുറത്തില്ലല്ലോ. അപ്പൊ നാദാപുരം ഖണ്ഡനം പൂർണ്ണ പരാജയമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളന്ന് തുടങ്ങുന്നത്. അന്ന് മുതൽ അയാൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാകാം, നമുക്കിത് അറിയില്ലല്ലോ. അത് പൂർണ്ണ പരാജയമാണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയാണ്. നമ്മളന്ന് നമ്മൾ ഈ രംഗത്ത് നമ്മൾക്ക് താല്പര്യം നമ്മൾ നിരീക്ഷിക്കുമല്ലോ. അതിപ്പോ ഈ മക്കാ മുശ്രിക്കീങ്ങളെ വലിയ സമയം കളഞ്ഞു മാല നിഷേധിച്ച്. അതെ, മാല നിഷേധിച്ചു. അതായത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പുതിയ മുഹീദ്ദീൻ മാലയിലെ റളിയല്ലാഹുവിന്റെ ഖാദിമിന്റെ റൂഹുമായി ബന്ധപ്പെട്ട ചർച്ചയില് അദ്ദേഹം തട്ടിയിട്ടുണ്ടായില്ല. അത് ശരിയല്ല നാദാപുരത്തു നിന്നാണ് അത് പറഞ്ഞത്. അത് പറഞ്ഞു അയാളന്ന്. പിന്നെ അത് പറഞ്ഞിട്ട് അത് ഏതോ അണ്ണ ഉണ്ടാക്കിയതാണ് ഈ പുതിയ മുഹീദ്ദീൻ മാല, ഏതോ അണ്ണ ഉണ്ടാക്കിയതാണ് കാരണം. എന്നിട്ട് പറഞ്ഞു ആ മുഹീദ്ദീൻ മാല ശരിയില്ലാന്ന് ചാവക്കാട് ബുഹാറ വൈദുല്യം തർജുമ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ പരന്ന സമൂഹത്തിൽ ഇതൊക്കെ എല്ലാവർക്കും വായിക്കും. അതെ, മാത്രല്ല നമ്മളിപ്പോ കണ്ടെത്തിയല്ലോ സമസ്തന്റെ പ്രസിഡന്റ് ആയിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാര് കുത്തുബിയത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പൊ ഈ വൈദുല്യത്തിൽ പറഞ്ഞത് തമിഴ്നാട്ടിലുള്ള ഒരു മുഹീദ്ദീൻ മാല. അതില് ഏറെ രസം എന്താന്ന് വെച്ചാല് ഈ വൈദുല്യം എന്ന ഇതിൽ വിമർശിക്കപ്പെട്ട മുഹീദ്ദീൻ മാല ഖാദി മുഹമ്മദ് ഉണ്ടാക്കിയ മുഹീദ്ദീൻ മാല എന്നാണ് ആര് പറയുന്നത്? ഇവരത് പുതിയ മുഹീദ്ദീൻ മാല. രണ്ടു കൂട്ടരും യഥാർത്ഥത്തിൽ ഇതിനൊക്കെ എതിരാണ്. അവിടെ ഒരു അത്ഭുതം കേട്ടോ ഉസ്താദേ. ഇന്ന് അങ്ങനെ ഒരാൾ പറയുമ്പോ എത്ര സക്കാഫിമാർ എത്ര മൂല്യം. അതിൽ വേറൊരു സംഭവമുണ്ട്. അതായത് ഇവർക്കൊക്കെ എന്താ വെച്ചാൽ ഒരു പരമാധികാരം എന്നൊരു പേരോടെന്ത് പറയുന്നു അതിനെ അനുകരിക്കുക, അങ്ങനെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ നിന്ന് ശരിക്കും നമ്മളാണ് അതിൽ വ്യത്യസ്തത വരുത്തുന്നത്. നമ്മളിപ്പോൾ വാദപ്രയോഗത്തിന് പോകുമ്പോൾ ഇയാൾ വിളിച്ചെടുത്തിട്ട് അയാൾ പറഞ്ഞിരുന്ന ശൈലിയും രൂപവും ആയത്തും ഹദീസും ഒക്കെ പറയാൻ നമുക്ക് നിർദ്ദേശിക്കും. നമുക്ക് ചെറിയൊരു പരിചയം നമുക്ക് അനുഭവം ഉണ്ട്. നമ്മളെന്ത് ചെയ്യും, അത് കേൾക്കും. പക്ഷെ നമ്മളെ റൂട്ടിലേക്ക് പോയിട്ടു. അത് അപ്പൊ ആ ഒരു അനുകരണ സ്വഭാവത്തിൽ ഇയാൾ പറയുന്നതിന് ഇന്നും അതാണ് അതിൽ നടക്കുന്നത്. അപ്പൊ പലരും ഇപ്പൊ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു അനുകരണ സ്വഭാവത്തിൽ ഇയാളെ വിഡ്ഢിത്തങ്ങളൊക്കെ വലിയ സംഭവങ്ങളായി അവതരിപ്പിക്കപ്പെട്ടു. അപ്പൊ ആ മുഹീദ്ദീൻ മാല തട്ടിയിട്ട് പിന്നെ അലവി സക്കാഫി പിന്നെ തുടർന്നു അടുത്ത പെരുന്നാളുടെ മുഖാമുഖത്തിൽ വരെ ആ വിഷയം തട്ടി. അപ്പൊ അതങ്ങനെ മൗലിദ് നിഷേധിച്ചു. അത് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ഉദാഹരണമാണ് പിന്നെ സിദ്ദീഖ് മൗലിദ്. ഈ സിദ്ദീഖ് മൗലിദിൽ പറഞ്ഞ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഈ സംഭവത്തെ നെല്ലിക്കുത്ത് ഉസ്താദ് മുബര ഫത്താവയിലൊക്കെ കൃത്യമായി വിശദീകരിച്ച് ന്യായീകരിച്ച സംഭവമാണ്. അതിനെയാണ് അതിൽ തട്ടിക്കളഞ്ഞത്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി അതിൽ. അപ്പൊ ഈ ഇവർക്ക് പവർ കൂടുകയാണ്. ആ വഹാബിക്ക് പവർ കൂടുക. അതാണല്ലോ സാധനം, അതാണ് ഉള്ളിൽ ഇതാണ് തെളിഞ്ഞു വരികയാണല്ലോ. അതെ അതെ. അതില് തന്നെ ഇപ്പൊ ഒന്നും കൂടി മെച്ചപ്പെട്ടല്ലോ. അത് സലഫിന്റെ ഒക്കെ ആവേശം. അന്നിപ്പോ ഇസ്തിഹാസിൻ ഇതൊക്കെ വരുമ്പോൾ മുത്തുബിന്റെ സംഭവം പറയും. നമ്മളെ അയറാബി അങ്ങനെ ഉത്തുബിയ മദീനത്ത് ഈ ഉത്തുബി എന്ന് പറഞ്ഞാൽ ഉത്തുബിന്റെ സംഭവമാണ് അവിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ ഇപ്പത്തെ അവസ്ഥയിൽ ഉത്തുബിന്റെ സംഭവം ഇവർക്ക് പറയാൻ പറ്റില്ല. ഉത്തുബി എന്നവരുടെ സംഭവത്തിന്റെ അതിന്റെ ഏറ്റവും പ്രധാന ഭാഗം ഏതാന്ന് വെച്ചാൽ അയറാബി വരുന്നു, പാട്ട് പാടുന്നു, പിന്നെ അയറാബി പോയതിനു ശേഷം ഉത്തുബി ഉറങ്ങുന്നു. ആര് സ്വപ്നത്തിൽ വരുന്നു? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ അയറാബിക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ പറയുന്നു. അപ്പൊ ഇവിടെ സ്വപ്നമാവണമെങ്കിൽ ആലിമാവണം, ആ സ്വഹാബിയാകണം. സ്വഹാബിയല്ല എന്തായാലും ഉത്തുബി സ്വഹാബിയല്ല. പിന്നെ ആലിമാകാരണം അത് മസലന്റെ ആലിമല്ലല്ല. അല്ല, മൂപ്പര് ആലിമാതാനും പറഞ്ഞിട്ടില്ല. തനി നാടൻ. ചിലപ്പോ ചില പാട്ടുകളും കവിതകളൊക്കെ അറിയുന്ന അത്രേ ഉള്ളൂ. ആലിമായിട്ടും കല്ല, ആലിമ റസൂലുള്ളാഹിന്റെ സിഫാത്തിന്റെ ആലിമാകണ്ട. അതന്നെ അത് ആ ഒരു പറഞ്ഞനുസരിച്ച് കണ്ടതുപോലെ അറിയാൻ പറ്റുന്ന ആളാണ്. എന്തായാലും ഉത്തുബിയല്ല. അപ്പൊ അതും ഇവർക്ക് ആവേശമായി. അതും തട്ടിക്കളഞ്ഞ്. പിന്നെ നാദാപുരം ഖണ്ഡനത്തില്
അയാൾ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചിരുന്നു. അതൊക്കെ വലിയ തിരിച്ചടിയാണ് കേൾക്കുന്നവർക്കുണ്ടായത്. അതിൽപ്പെട്ടതാണ് ചെരുപ്പെടുക്കൽ. അത് ഭയങ്കര നമ്മളൊക്കെ അന്ന് നാദാപുരം സംവാദം എന്ന് പറഞ്ഞാൽ തന്നെ ചെരുപ്പെടുക്കുക ഫൈൻ തിബിനലൊക്കെ. അതാണ് അതിന്റെ വലിയ വിജയം. എന്താ വളരെ കബളിപ്പിക്കലും. യഥാർത്ഥത്തിൽ അത് ഇത് മാത്രം കേൾക്കുന്ന ചിലവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ആളുകൾ പൊതുവെ ഈ വഹാബി എന്നല്ല നിഷ്പക്ഷകർ രണ്ടും കേൾക്കുമല്ലോ. അപ്പോൾ എന്താ സലഫി പറഞ്ഞത്? സലഫി എന്ന് പറയുന്നത് ആശയത്തിൽ പയച്ച ഒരാള്, അയാൾക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ ഇങ്ങനത്തെ സംഭവം പറയേണ്ടിയില്ലല്ലോ. അന്ന് തന്നെ വലിയ അബദ്ധം അയാൾ. സലഫിനൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രൊട്ടക്ട് ചെയ്തത് പേരോടാണ്. അതിലിപ്പോ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഫൈൻ തുബിനലക്കും എന്ന ആയത്ത് പേരോട് ഓതുമ്പോൾ തെറ്റി. അത് സാധാരണ ആർക്കും ആവാം, അത് പറഞ്ഞേച്ചാൽ മതി. ഒരാളിപ്പോ ഒരു പ്രഭാഷകനായത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് പയച്ചപ്പോ സലഫി ചോദിച്ച്, അങ്ങനെയുള്ള സാഹചര്യം ഇയാൾ ഉണ്ടാക്കിയതാണ്. സലഫി തെറ്റ് വായിച്ചപ്പോ ഇയാൾ അത് എടുത്തു ധരിച്ച്. അപ്പോൾ ഇയാൾ സലഫിനോട് ചോദിക്കുകയാണെന്ത്, പിന്നെ ഇങ്ങനെയുള്ള ആയത്ത് ഞാൻ ഓതിയ പോലുള്ള ആയത്ത് ഖുർആൻ ഇല്ല എന്നാണോ ഈ പറയുന്നത്? അപ്പൊ സലഫിന്റെ പിന്നെ വെല്ലുവിളിയെ മാറ്റി സലഫി യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് തെറ്റി ഓതിയതുപോലെ ആ ഉണ്ടോന്നാണ്. ഇയാൾ പറഞ്ഞു ഫൈൻ തിബിനലക്കുന്നുള്ള ആയത്ത് ഖുർആനിലുണ്ടോന്ന്. ബാക്കില്ല, അതിപ്പോ ആരും ചോദിക്കൂല ഖുർആനുള്ളതിന്. അപ്പൊ സലഫി എന്ന് പറയുന്ന പിന്നെ വഴി പഴച്ച ഒരാള്, അയാളെ വിശ്വാസത്തിലും കർമ്മത്തിലൊക്കെ പഴച്ച് വഹാബിസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ സലഫി, അയാൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇത്തരം വഞ്ചന ചെയ്തിട്ട് ഇവരുണ്ടാക്കി കൊടുക്കും. എത്ര മണിക്കൂർ ചെലവാക്കി, മാത്രല്ല അതായിരുന്നു അതിന് എടുത്തു കാണിച്ചിരുന്ന ഭാഗങ്ങൾ. യഥാർത്ഥത്തിൽ അത് വഞ്ചനയാണ്. ആ വഞ്ചന തിരിച്ചറിഞ്ഞ് പലരും വന്ന് സഹി പറഞ്ഞ മുജാഹിദ് സ്ഥലം പോവുകയേ ചെയ്തിട്ടുണ്ട്. അതാളുന്നുണ്ട്. ഇതുപോലെ ഈ മണ്ണാർക്കാട് പണ്ട് വല്ല സംവാദം നടത്തിയിരുന്നു. അതിന്റെയൊക്കെ ഫലത്തായിരുന്നു ഒരാൾക്ക് വഹാബിയാക്കി. അല്ല എന്തായാലും വാഴക്കാട് ഇപ്പൊ പറയണ്ട. വാഴക്കാട് ഇപ്പൊ അന്ന് ഏറ്റവും ചർച്ച ചെയ്തത് ഇബ്നു തൈമിയ്യയും അബ്ദുൽ വാഫിറും ഒക്കെയാണ്. ഇപ്പൊ ആ അന്ന് അവിടെ അബ്ദുറഹ്മാൻ സലഫി, രണ്ടും സലഫിനെ അയാള് പറഞ്ഞ അതേ ഇപ്പൊ തൗബ ചെയ്തു എന്നല്ലേ പറഞ്ഞു. അതന്നെ. അതായത് അബ്ദുറഹ്മാൻ സലഫി അന്ന് വാഴക്കാട് എന്താണോ പറഞ്ഞ് അതന്ന് പേരോട് പറയുന്നു. അതേ സംഭവത്തില് അസ്കലാനി ഇമാം ഉദ്ധരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അബ്ദുൽ വാഫിർ പറഞ്ഞു. ഈ അബ്ദുൽ വാഫിർ ഇല്ലാന്ന് അന്ന് വെല്ലുവിളിച്ച ആളല്ലേ ഇയാള്. ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയാല് അതുകൊണ്ടാണ് നാദാപുരം ഭാഗത്തൊക്കെ വഹാബികൾക്ക് ഊർജ്ജം കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇപ്പൊ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ആ ഖണ്ഡനം കൊണ്ട് മൊത്തം നഷ്ടമുണ്ടായി. മാല നിഷേധിച്ചു, മൗലിദ് നിഷേധിച്ചു, കള്ളത്തരങ്ങൾ പറഞ്ഞു, പിന്നെ ഒരു ഫായിദയില്ലാത്ത സംഭവങ്ങൾ. അതുപോലെ തന്നെ ഉസ്താനും എന്തായാലും ഓർമ്മ ഉണ്ടാവും, നമ്മൾ ഈ നാദാപുരം എന്താ നടക്കുമ്പോൾ ഏലംകുളം ദർസ് നടക്കുന്ന സമയം, ഇതിന് ഒഴിവ് സമയത്ത് ശ്രദ്ധിക്കും. അപ്പോൾ അന്ന് സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ ഫത്തുൽമി ദർസ് എടുത്താണ്. അപ്പൊ ഈ ജുമാന്റെ ബാബുവാണ്. അപ്പൊ നമ്മൾ പഠിച്ചതും ഈ ജുമാന്റെ നമ്മളെ ഉസ്മാൻ ഉണ്ടാക്കി അത് അതിലേക്ക് ഒരു ആവശ്യമാണ് സമയത്ത് വസ്തിഹ് ബാബു ഞങ്ങളന്ന് പിന്നെ അഹ്സനി മീറ്റിംഗിൽ വരെ ഇതിനെതിരെ അന്ന് ചർച്ച വന്നിന്. ഇയാളത് മുത്തലക്കൻ സുന്നത്ത്. അതെ. അപ്പൊ അത് കിതാബ് ബിയാനത്താണെന്ന് വായിച്ചിരുന്ന ഒരു കിതാബ്. എന്താണോ ഫിഖ്ഹിൽ പറഞ്ഞ അത് പറഞ്ഞാൽ മതിയല്ലോ. ഇത് ഓവറാക്കി എന്ത് ചെയ്തു? അതിന്റെ അതിന്റെ സിയാക്കും സിവാക്കും മുന്നും ബാക്കും നോക്കിയാൽ പൊളി അത് ഇയാൾ പറഞ്ഞല്ല അങ്ങനെ തന്നെയാണ്. വസ്തിഹ് ബാബു സുന്നത്താക്കപ്പെടുന്നൊക്കെ അർത്ഥം വെച്ചാൽ തന്നെ അക്കുറമുണ്ട്. അതായത് ഫിഖ്ഹിലും വിശ്വാസത്തിലും ഒക്കെയും പ്രശ്നം പറ്റിയ ഒരു ഖണ്ഡനായിരുന്നു. എന്നിട്ട് ഇയാളൊരു പിന്നെ മർക്കട മുഷ്ടി രസം തോന്നുന്നു. ഇയാളിതിങ്ങനെ പറഞ്ഞപ്പോ സലഫീൻ തന്നെ എന്താ ഇയാള് എന്നാ ഇനി വേണ്ട, ഞാൻ പറഞ്ഞ സ്വീകാരനെങ്കിൽ നിങ്ങളെ സുന്നി മൂല്യമാര് പറഞ്ഞ പരിഭാഷ നോക്കാം. അന്ന് ഇബ്രാഹിം പുത്തൂർ ഫൈസി, അന്ന് അയാൾ ത്വരീക്കത്തുമായിട്ട് ബന്ധമല്ലേ ഫിഖ്, പിന്നെ KVM പന്താവൂർ, പിന്നെ തൃശ്ശൂർ ഭാഗത്തുള്ള വേറൊരു മുസ്താദ്, ഇവരൊക്കെ എഴുതിയ പരിഭാഷ ഉണ്ട് ഫത്തുൽമീനിൽ. ഇത് ഞാൻ പറഞ്ഞാണല്ലോ. അപ്പൊ ഇയാളെന്താ പറഞ്ഞാല് KVM പന്താവൂരോ KVM പന്താവിനാണ് മാനസിക രോഗിയാണ് ഒറ്റത്തട്ട്. അത് ഇയാൾ ആ വാദപ്രയാത്രം ചെയ്യുന്നുണ്ട് മഞ്ചേശ്വരത്ത്. അതൊക്കെ ഇയാൾക്ക് വന്ന അബദ്ധങ്ങളാണ്. അതായത് ഞാൻ ആദ്യം തുടങ്ങിയില്ലേ, ഇതില് ഒരു മദത്, ഒരു സഹായം, ഒരു പിന്നെ മശായിഖിന്റെ ഭാഗത്തു നിന്നുള്ള ഹിഫ്ള്, ഇത് അയാൾക്ക് തീരെ ഉണ്ടായില്ല. അതിന്റെ ഒരു തെളിവാണ്. എത്രത്തോളം വെച്ചാൽ സലഫിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വരാന്ന് പറഞ്ഞില്ല. SSLC ഒറ്റ സംഭവം. അതേപോലെ സലഫി ആ ഗ്രൗണ്ട് മാറിയ ഏതോ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അതേപോലത്തെ, അതെന്തോ അവിടെ പ്രശ്നമായിട്ട് ഇപ്പുറത്ത് മാറി. അതൊക്കെ അയാൾക്ക് ഒരുപാട് മൈലേജ് ഉണ്ടാക്കുകയാണ് ചെയ്തത് സലഫിക്ക്. അത് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പൊ നമുക്ക് അതിനെ ശരിക്കൊന്ന് നിരീക്ഷിച്ചാല് അത് രണ്ട് വഹാബികൾ തമ്മിലുള്ള ഒരു ഘടന. അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ ഇതാ ആലോചിച്ചത്, ഇത്രത്തോളം മണ്ടത്തരൊക്കെ ഒരാൾ ഇപ്പൊ സംവാദം എന്ന് പറഞ്ഞ് ഗണന എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഒരു പണ്ഡിത സംഘടന എടാജി പോണ പോക്ക് ശരിയില്ല എന്ന് പറഞ്ഞ അയാളോട് ആരും പറയില്ല. പക്ഷെ അന്ന് ഈ ഒരു മീറ്റിംഗിൽ ഉസ്താദൊക്കെ ഇടപെട്ടു. അതായത് പ്രഭാഷകരുടെ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊക്കെ നമ്മൾ ചെയ്തു. ആ പോക്ക് ശരിയല്ലെന്നും
നമ്മളിപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതെന്താ വെച്ചാൽ നമുക്ക് അടിസ്ഥാന വിഷയങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇവരെ തൗഹീദിലുള്ള പിഴവുകൾ. പിന്നെ നമ്മൾ അതിലേക്ക് പോയി ഇവരുടെ ഈ തൗഹീദിന്റെ നിർവചനങ്ങൾ ഇതൊക്കെ വെച്ച് പൊളിച്ച് ജിന്ന് വന്ന് ശൈത്താൻ വന്ന് മുജാഹിദിന്റെ അടിത്തറ തന്നെ പൊളിയുന്ന വിഷയങ്ങൾ വന്ന് അതൊക്കെ പിന്നെ വന്നതാണ്. അതെ അതെ, അതിൽ പിന്നെ അവർക്ക് തൊടാൻ പറ്റിയില്ല. അതിൽ തൊടാൻ പറ്റില്ല. കാരണം നമ്മൾ ഇസ്തിഗാസനെ തെളിയിക്കാൻ എന്തിനത്ര അടങ്ങാറാണ്? വ്യക്തമായ തെളിവുള്ളതല്ല. നമ്മളൊന്നും ഉദ്ധരിച്ചല്ല ഈ സുമലയും മുഹമ്മദ് ഒന്നും തൊടാൻ പറ്റില്ല, ഒന്നും തൊടാൻ കഴിയില്ല. നേർക്ക് നേരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ലേ, എന്നെ വിളിച്ചാൽ ഞാൻ ഇസ്ലാം ഉത്തരം ചെയ്യുന്നവർക്ക് പറയാൻ ഒന്നും പറയല്ല. അപ്പൊ വ്യക്തമായ തെളിവുകൾ അവതരിപ്പിച്ച് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് പകരം എന്തൊക്കെയോ ആക്കിയിട്ട്. പക്ഷെ അവിടെ നിന്ന് വേറെ രസം തരാം, അന്നാ പിന്നെ സംഭവത്തിൽ ആദ്യം സുസ്താവോദ്യമുണ്ട് അതോൽ കുടുങ്ങിയത് തന്നെ. നമ്മൾ ഓതിയാ പോലും പിന്നെ അതിന് വ്യത്യസ്തമായിരുന്നു കേട്ടോ നെല്ലിക്കുത്ത് ഉസ്താദ്. നമ്മളത് ഒന്നുള്ളൊരു ആയത്ത് കോട്ടക്കൽ ഓതിയപ്പോ പല ചർച്ചയും വന്നു. അന്ന് സ്ഥിരീകരിച്ച് എഴുതുകയാണ് നെല്ലിക്കുത്ത് ഉസ്താദ്. കാരണം ഓല ഒരു പിന്നെ വിനയവും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ അത് പ്രത്യേകം തന്നെ ആയിരുന്നു. ഒരു ആലിം എന്നുള്ള നിലക്ക് അത് അങ്ങനെ തന്നെ ആയിരുന്നു കൈകാര്യം ചെയ്തത്. ഇവര് ഈ പിന്നെ നാദാപുരം വാഴക്കാടും ഇതൊക്കെ ഒരു ബലായി, അതായത് ഇതൊക്കെ എന്താന്ന് വെച്ചാല് ഒരു കാവലില്ലാതെ നടത്തി. അതിന്റെ ഫലം വഹാബികൾക്ക് വളരാൻ അവസരം ഉണ്ടായി. യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ മശായിഖല്ലേ, ആ മശായിഖിന്റെ നിർദ്ദേശത്തിൽ ചെയ്യുമ്പോൾ ഇപ്പൊ മുമ്പ് കൊട്ടപ്പുറായാലും അതിലൊക്കെ മടവൂർ ഷെയ്ഖുനാന്റെ കൈകളുണ്ടല്ലോ, ഇ കെ ഉസ്താദ് ഉണ്ട്. അപ്പൊ അവര് ആ നിർവഹിച്ച ദൗത്യം അത് മാത്രമേ സുന്നത്ത് ജമാഅത്തിന് ഗുണം ചെയ്യൂ. അതിന്റെ ഫലമാണ് അന്ന് സലഫി പറഞ്ഞ വാദങ്ങൾ അതിശക്തമായി ഇന്ന് ഈ പേരോട് മൗലവി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇന്ന് എഴുത്തി വല്ല കഥ. ഇന്നിപ്പോ ഈ പോക്കുവാണെങ്കിൽ നമ്മളെപ്പോഴും പറഞ്ഞാൽ പുളിക്കൽ മദീനത്തുലുലുവിന്റെ മാതിരി ഭാവിയില് ആയി, അതിപ്പോ തന്നെ ആയി. ഇനി ഒന്നുകൂടി കഠിനാവും. അതെ, ഈ ആളുകൾ വെക്കാൻ. അവിടെയാണ് നമ്മളെ ഇപ്പത്തെ പോരാട്ടം. യഥാർത്ഥത്തിൽ അന്ന് ഹുസൈൻ സലഫി പറഞ്ഞത് വലിയ അബദ്ധമാണ്, പേരോള തുനമാലി പറഞ്ഞു അതും അബദ്ധമാണ്. ഇന്ന് അയാൾ സലഫിനേക്കാൾ മുകളിൽ പോയി ഇതൊന്നും ശരിയല്ല, മശായിഖിന്റെ വഴി ശംസുലമന്റെ വഴിയാണ്, അതാണ് നമ്മളിപ്പോ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ സലഫിക്ക് ഇങ്ങനെ ആവശ്യം, ഭയങ്കര ദോസ്ത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇപ്പം വരെ ഇൽഹാമും അതെ അതെ അടിത്തറ തകർക്കുന്ന വാദങ്ങളാണ് ഇതിലിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. അത് അപ്പൊ ഒറ്റ ഇൽഹാമിനാണ് തള്ളിയാൽ എല്ലാം പോയില്ലേ. കഴിഞ്ഞ കാലത്ത് ഇവർ നടത്തിയ ഇങ്ങനത്തെ ഈ സംവാദങ്ങൾ ഉണ്ടാക്കിയ മുസീബത്ത് ഒരു അവലോകന ചർച്ച തന്നെ ആവശ്യമായിട്ട് വരും. തീർച്ചയായും ഇവര് അതായത് അവിടുന്ന് ഇങ്ങോട്ട് ഒരു എ പി എല്ലേരെ മടവൂർ ഷെയ്ഖുമായി ബന്ധപ്പെട്ട് നടത്തിയത് അതിന്റെ ഫലം വേറണ്ടല്ലോ. അതിനുശേഷം ഒരു വലിയന്റെയോ ഒരു മശായിഖിന്റെയോ പിന്തുണ അല്ലാതെ ഇവര് സ്വയം യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ ഇബ്നു തൈമിയ്യനെ ഇയാൾ തൗബ ചെയ്തെന്ന് പറഞ്ഞു. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇവർ ഈ ഗണനം നടത്താൻ വേണ്ടി ഇബ്നു തൈമിയ്യന്റെ ഒക്കെ കിതാബുകളിലൂടെ പോയി. കിതാബ് പോയപ്പോൾ അതിലൊരു ആകർഷ്ടരായി. അപ്പൊ ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങളിലേക്ക് ഇവർ എന്ത് ചെയ്തു, പൂർണ്ണമായി പോവുക ചെയ്തു. നമുക്കിപ്പോൾ ഒരു അപ്പുറത്തെ ബുക്കോ പ്രസംഗമോ കേൾക്കുമ്പോൾ നമ്മൾ എന്ന ഈ വസ്തുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാവൽ നമുക്കില്ലെങ്കിൽ നമ്മളതിലേക്ക് പോകും. ഒരൊറ്റ നോട്ടം നോക്കുമ്പോൾ ഈ വാഴക്കാട് ഖണ്ഡനത്തില് ഈ റദ്ദുൽ വാഫിറും മറ്റൊക്കെ വാഴ എടുത്ത് ഇയാൾക്ക് ഇബ്നു തൈമിയ്യ വർക്ക് നല്ലോണം കയറിയാണ്. പിന്നെ നാദാപുരത്തുനിന്ന് മാലമൗലൂദ് ഇയാൾക്ക് ഇഷ്കാനായി. പിന്നെ കാസർഗോഡ് അവിടെ ഇടമുട്ടം അവിടുന്ന് സക്കരിയ ചോദിച്ചാൽ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുന്നൊക്കെ മഞ്ചേശ്വരത്ത് അത് ഇയാൾക്ക് കയറി. അത് ആ ചോദ്യത്തിന് ആൾ മറുപടി പറയുകയും ചെയ്തു. ആ രൂപത്തിലുണ്ടായിരുന്നത് നമ്മൾ അതിലും ചെറിയതല്ലേ. അതെ 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 അതെ, അതാണ് ഇപ്പൊ ഈ സലഫിന്റെ ഒരു ആവേശം. ഇടക്കിടക്ക് നാദാപുരം ഇതിനൊക്കെ കാണാനുണ്ട്. ഇതിലൊക്കെ അവർക്ക് അതേപോലെ തന്നെ ആ വല്ലപ്പുഴ പിന്നെ നടന്നൊരു പിന്നെ ഇടക്കാലത്തുള്ള വ്യവസ്ഥ ഉണ്ടായി. അതിലും പിന്നെന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് ഒറ്റയടിക്ക് എല്ലാം സ്വീകാര്യമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു പോലും അവർക്ക് സ്വീകരിക്കാൻ കഴിയണില്ല. അപ്പൊ അതിലൊക്കെ ഈ വിഷയങ്ങളിൽ വഹാബിസത്തിന് പിന്നെ അത് നമ്മൾ തീർക്കാൻ വേണ്ടി എത്ര പണിയെടുത്ത്. ഉസ്താദ് പറഞ്ഞ നമ്മളെ മശായിഖന്മാരെ ബന്ധത്തിലാണ് അതാണ് അഹ്ലുസുന്ന. ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് ഒരു പക്ഷേ ഓല കൂടാകുമ്പോ ഓല ചെയ്യുന്നതാണ് ശരിയെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. എന്നാലും ഇതിനെതിരെ നമ്മൾ ചോദ്യം ചെയ്തു.